നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കാണും, പ്രതിസന്ധികൾ കാണും, എഴുന്നേൽക്കാൻ കഴിയത്തില്ലെന്ന് നമ്മൾ പറയാം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട വചനം സങ്കീർത്തനങ്ങൾ 36 അധ്യായമാണ്. അവിടെ ഇങ്ങനൊരു വാക്യം ഞാനിങ്ങനെ വായിച്ചു വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തൊരു വാക്യം, 7-ാമത്തെ വാക്യം, ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത്, മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മോട് കരുണയും ദയയും തോന്നിയത് കൊണ്ടാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ ദൈവം നിങ്ങളെ കരുതിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്കിങ്ങനെ ആയിരിക്കാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ദയ എത്രയോ വിലയേറിയതാണ്. തീർച്ചയായിട്ടും അവൻ്റെ ദയ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് പ്രഭാതത്തിലും എനിക്ക് നിങ്ങളോട് ഈ വചനം പറയാനും നിങ്ങൾക്ക് ഈ വചനം കേൾക്കുവാനും കഴിയുന്നത്. അവിടെ ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, ദുഷ്ടന്മാരെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ദുഷ്ടന്മാർ എല്ലാ സമയവും അവരുടെ ഹൃദയത്തിൽ പാപ ഉദ്ദേശമുണ്ട്, അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ദുഷ്ടന്മാരുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തിൻ്റെ ദയ ചെല്ലുന്നില്ല. പക്ഷേ ദൈവമക്കളുടെ ജീവിതത്തിൽ എല്ലാ സമയവും ദൈവത്തിൻ്റെ ദയ അവരുടെ കൂടെയുണ്ട്. അതുകൊണ്ട് മറ്റൊരു ശക്തിക്കും അവരെ തകർക്കുവാൻ കഴിയത്തില്ല. എൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദുഷ്പ്രവൃത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു, അവർ മറിഞ്ഞു വീഴുന്നു, എഴുന്നേൽപ്പാൻ കഴിയുന്നതുമില്ല. അതുകൊണ്ട് മറ്റുള്ള അകൃത്യങ്ങളും പാപങ്ങളും ചെയ്യുന്നു പോകുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർ വിജയത്തിലേക്ക് വരുന്നില്ല, അവരവിടെ തന്നെ വീഴുകയാണ്, അവർക്ക് എഴുന്നേൽപ്പാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവമക്കളായ നമുക്ക് ഒരു സന്തോഷ വാർത്ത ഇതാണ്, ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവത്തിൻ്റെ ദയ എല്ലാ സമയവും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഒരു ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് ഇന്ന് പ്രഭാതത്തിലും നമുക്ക് സന്തോഷിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കാണും, പ്രതിസന്ധികൾ കാണും, എഴുന്നേൽക്കാൻ കഴിയത്തില്ലെന്ന് നമ്മൾ പറയാം. എന്നാൽ ദൈവത്തിൻ്റെ ദയ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് വീണു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മളെ കൈ പിടിച്ചുയർത്തുവാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിലും നമുക്ക് വിശ്വസിക്കാൻ കഴിയട്ടെ, ദൈവത്തിൻ്റെ ദയ എൻ്റെ കൂടെയുണ്ട്, ദൈവത്തിൻ്റെ കരുണ എൻ്റെ കൂടെയുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയത്തിന് മുമ്പിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത്, ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പരീക്ഷകൾ നേരിടാൻ പോകുന്നൊരു സമയമായിരിക്കാം നിങ്ങളുടെ മുമ്പിലുള്ളത്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ദയ നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീണു പോകത്തില്ല. നിങ്ങളെ നോക്കി ദുഷ്ടൻ പറയും നിങ്ങൾ വീണു പോകുമെന്ന് പറയുമ്പോഴും ദൈവജനം പറയുന്നു, ദുഷ്പ്രവൃത്തിക്കാർ അവിടെ തന്നെ വീഴുകയാണ്, അവർ തന്നെ വീഴുപോകത്തേ ഉള്ളൂ, നിങ്ങൾ ഒരിക്കലും വീഴുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ കരുതുന്നത് പോലെ, ഒരു കഴുകൻ തൻ്റെ കുഞ്ഞിനെ കരുതുന്നത് പോലെ നിങ്ങളെ ദൈവം ദയ കൊണ്ട് കരുതുവാൻ, ദൈവം നിങ്ങളെ മറയ്ക്കുവാൻ ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ദയ എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്.